ചർച്ച തുടരുന്നു. ക്ഷേമ പെൻഷൻ ക്ഷാമത്തിലോ? ശ്രീ പ്രിന്റു മഹാദേവ്, എപ്പോഴും കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരായ പ്രതിഷേധവും അതനുസരിച്ച് തന്നെയായിരുന്നു. സാമ്പത്തികമായി തങ്ങളെ ഞെരുക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിന്റെ ധൂർത്തൊക്കെ വളരെ വിദഗ്ധമായി മറച്ചുവെക്കുകയാണ്. നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുക, ആഡംബര കാറുകൾ വർഷാവർഷം വാങ്ങിക്കുക. എന്തിന്? കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സൽക്കാര വിരുന്നിന് ഒരു സ്റ്റാർ ഹോട്ടലിൽ ചിലവഴിച്ചത് 6 ലക്ഷം രൂപയാണ്. ഒരു കേക്കിന് മാത്രം 1,20,000 രൂപയാണ് ചിലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചിലവഴിക്കലൊക്കെ. ഇങ്ങനെ ധൂർത്ത് ഒരു വശത്ത് ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് 1600 രൂപയ്ക്ക് വേണ്ടി ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്ന മറിയക്കുട്ടിമാർ നമ്മുടെ കേരളത്തിലുള്ളത്. എന്തിന്? അതുപോലും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. മറിയക്കുട്ടി എന്തുമാത്രം അവഹേളനമാണ് പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി LDF സർക്കാരിന് നേരെ. ഇത്തരത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ രാഷ്ട്രീയമായി പ്രതിയോഗിയാക്കിക്കൊണ്ട് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ ആ നിലപാടാണ് LDF സർക്കാർ പിന്തുടരുന്നത്. തീർച്ചയായും ഒന്ന്, ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളെ തേജോവധം ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ട ഈ സർക്കാരിന്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് മറിയക്കുട്ടി അമ്മ കോടീശ്വരിയാണെന്നുള്ള ഒരു പ്രസ്താവനയും പിന്നീട് അതിൽ ദേശാഭിമാനി അടക്കം മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം. എല്ലാ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെയും ഒരു പോളിസി ഇതാണ്. ഈ ചക്കിട്ടപ്പാറയിൽ ഈ ജോസഫേട്ടൻ മരണപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ പോലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ പോലും വെറുതെ വിടാത്ത ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബൽദേവ് സാർ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 55,000 കോടി ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കാലഘട്ടങ്ങളിൽ 15ാം ധനകാര്യ കമ്മീഷനും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ പോളിസി അനുസരിച്ച് കേരളത്തിന്റെ കടത്തെ വീണ്ടും കടബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന കരുതൽ, ആ കരുതലിന് കാരണമുണ്ട് മേഡം. കാരണം നമുക്കറിയാം, രാജ്യത്തിൽ ലോകത്തിന്റെ 4ാമത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തി ഭാരതം മാറുന്ന സാഹചര്യത്തിൽ ഈ പഞ്ചാബിനെ പോലെ, മിസോറാമിനെ പോലെ, കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾ ധനകാര്യ മാനേജ്മെന്റിനെ കൃത്യമായിട്ട് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ കെടുകാര്യസ്ഥ കാരണം ഈ രാജ്യത്തിന്റെ കടത്തെ കൂട്ടുകയാണ്. വേറെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ കടത്തിന്റെ ഒരു കണക്ക്. സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത എന്ന് പറയുന്നത് GDP അനുസരിച്ച് 16% നമ്മുടെ 29 സ്റ്റേറ്റുകളും എടുക്കുന്ന കടബാധ്യതയുടെയും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മുടെ മൊത്തം കടബാധ്യത കണക്കാക്കുന്നത്. സ്വാഭാവികമായി ഈ രാഷ്ട്രത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വികസനം സാധ്യമാക്കണമെങ്കിൽ കടമെടുക്കുന്നതിൽ കൃത്യമായ ഒരു പോളിസി ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഈ കേരളത്തിന് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞില്ല, 2,22,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം കൃത്യമായി കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കണക്കുകൾ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മുടെ പാർലമെന്റിനകത്ത് വെച്ചല്ലോ. അന്ന് അതിനെതിരെ ഒരു ആക്ഷേപം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം വെച്ചു, ഇതിനു മുമ്പ് 2 മാസം മുമ്പ് വെച്ചു. അദ്ദേഹം കേരളത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞു. പക്ഷെ കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാന മേഖലയിൽ വികസനമില്ല. ആകെ ചെയ്യുന്നത് കടമെടുക്കും. ഈ കടമെടുക്കുന്ന സെക്ടർ, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്കൂൾ സ്കൂൾ ബിൽഡിങ്ങിലേക്കാണ് പണം ചെലവഴിച്ചത്. ഞാൻ പറഞ്ഞു, സ്കൂൾ ഫണ്ടിലേക്ക് പണം ചെലവഴിക്കാൻ വേണ്ടി SSA ഫണ്ട് കേരളത്തിന് 900 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ആ പദ്ധതിയുടെ വിഹിതങ്ങൾ വകമാറ്റാതെ സ്കൂൾ ഫണ്ടിലേക്ക് മാറ്റിയാൽ മതി. ഇവിടെ എന്തുകൊണ്ടാണ് ഈ 70,000 കോടി രൂപയുടെ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയൊരു കൊള്ള സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൺസൾട്ടൻസി ആയിട്ടാണ്. ആ കൊള്ള സംഘം എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണം സമ്പാദിക്കുന്ന ഒരു വലിയൊരു സംവിധാനം. ആ 70,000 കോടി രൂപയുടെ ഈ പദ്ധതികൾ മുഴുവൻ കൊടുത്തുള്ള സൊസൈറ്റി ആരെന്ന് പരിശോധിക്കണം. അപ്പൊ കൺസൾട്ടൻസി ഫീസ് അടയ്ക്കാൻ വേണ്ടി കടമെടുത്തുകൊണ്ട് ആ പണത്തിന്റെ ഉപകാരം മുഴുവൻ കിട്ടുന്നതായിരിക്കാം ഇവിടുത്തെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രവീന്ദ്രനും അതുപോലെ തന്നെ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾക്കാണ് അതിന്റെ പണം കിട്ടുന്നത്. സൊസൈറ്റിക്കകത്ത് ഇപ്പൊ ഒരാളുടെ സൊസൈറ്റി ഏറ്റവും വലിയ കേരളത്തിൽ ഈ പൊതു പണം അടിച്ചു മാറ്റുന്ന ഒരു സൊസൈറ്റിയാണ്. അതിന്റെ കൂടുതൽ ചർച്ച അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കൺസ്ട്രക്ഷൻ മേഖലയിലാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കടമെടുത്തിട്ടുണ്ട്. 1,22,000 കോടി രൂപ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്തിയ കേന്ദ്ര സർക്കാരാണ്. ആ പണം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായി കടമെടുത്ത പണം തിരിച്ചടയ്ക്കാനുള്ള വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ ടോൾ വരും. ആ ടോളിൽ നിന്നുള്ള പണം സ്വാഭാവികമായി തിരിച്ചടയ്ക്കും. കേന്ദ്രത്തിന്റെ കടബാധ്യത മാറും. അതേസമയത്ത് SSA പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ബിൽഡിങ്ങിന് വേണ്ടി ഫണ്ട് കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന കിഫ്ബിയിൽ നിന്ന് പണമെടുത്ത് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്? ഇതിന് കരാർ ആർക്കാണ് കൊടുക്കുന്നത്? അപ്പൊ നോക്കൂ, കൺസൾട്ടൻസിയാണ്.
കേരളത്തിന്റെ മുഴുവൻ പദ്ധതികളും കൺസൾട്ടൻസി വെച്ച് ഈ കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്തെ കൃത്യമായി തകർക്കാൻ വേണ്ടി ഒരു സർക്കാർ തയ്യാറാവുന്നു. ആ തയ്യാറാവുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ NK സിംഗ് എന്ന് പറയുന്ന ധനകാര്യ വിദഗ്ധൻ ഈ GSTPയുമായി ബന്ധപ്പെട്ട് മുഴുവൻ സംസ്ഥാനങ്ങളും GSTPയുടെ നിരക്ക് കുറയ്ക്കണം, സ്വാഭാവികമായി GSTPയിലെ കടബാധ്യതയുടെ നിരക്ക് കുറയ്ക്കണം. അതിനുവേണ്ടി പറയുന്ന സമയത്ത് 2017 കമ്മിറ്റി പറഞ്ഞത് ഇപ്പൊ 39 എത്തി നിൽക്കുന്ന നമ്മുടെ കടബാധ്യത ഈ പറയുന്ന രീതിയിലേക്ക് 20% എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എത്തിക്കൊടുത്തത്. ഓരോ വർഷത്തിൽ നേരെ ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ മാസത്തിൽ 1700 കോടി രൂപ കൊടുത്തിരുന്നു. ഡെഫിഷ്യൻസി ഫണ്ടായിട്ട് 1700 കോടി രൂപയാണ് കൊടുത്തത്. അതാണ് 55,000 കോടി എന്ന് ഷാജഹാൻ സാർ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് GSTയിൽ നിന്നുള്ള വരുമാനം, മദ്യത്തിൽ നിന്നുള്ള വരുമാനം, അതോടൊപ്പം തന്നെ ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, പിന്നെ കടമെടുക്കുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക, അല്ലാതെ അടിസ്ഥാന വികസനം കേരളത്തിൽ എങ്ങനെയാണ് സാധ്യമാകുന്നതാണ് ചോദ്യം. അപ്പൊ ചോദിക്കും കേന്ദ്ര സർക്കാർ എന്ന് ചെയ്ത്. ഇപ്പൊ സത്യത്തിൽ ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള 1600 രൂപ പെൻഷൻ മാത്രം പാവപ്പെട്ടവർ കൊടുത്താൽ മതി. നോക്കൂ, വീട്, സാധാരണക്കാരന് വീടിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രം അതിന്റെ ഉപഭോക്താക്കൾ 25 ലക്ഷം പേരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ ക്ഷേമ പെൻഷനുകൾ സിസ്റ്റമാക്കി എങ്ങനെ കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തെളിയിച്ചല്ലോ. 24 ലക്ഷം പേർക്ക് 20,000 രൂപ കിസാൻ സമ്മാൻ യോജന പ്രകാരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് 24 ലക്ഷം പേർക്ക് ഒരു വ്യക്തിക്ക് 20,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ. 1 രൂപ പോലും മുടങ്ങിയോ? അടുത്ത ഗഡുപ്പ് കിട്ടും. അപ്പൊ നോക്കൂ, ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി കൃത്യമായി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കടമെടുത്ത് ഈ കേരളത്തെ മുടിക്കുന്ന ഒരു സർക്കാർ. ആ സർക്കാരിനെ കൃത്യമായിട്ട് ധനകാര്യ മേഖലയിൽ ഇടപെടുമ്പോഴാണ് പ്രശ്നം. ഇവർ പറയും UGC ഗ്രാന്റ്, ഇവർ പറയും 750 കോടി, ഇവർ ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല. 750 കോടി ഇപ്പൊ നമുക്കറിയാലോ, കോളേജിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോളേജ് അധ്യാപകർ അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ സ്കെയിൽ അനുസരിച്ചുള്ള വിഹിതമാണ് 750 കോടി. എന്തുകൊണ്ട് ഇവർ ഈ കണക്ക് കൊടുക്കുന്നില്ല? ഉച്ചക്കഞ്ഞി വിതരണം നോക്കൂ, കേരളത്തിലെ HMമാർക്ക് 100 കോടി ബാധ്യതയാണ് സർക്കാർ കൊടുക്കാനുള്ള 100 കോടി രൂപ. പാവപ്പെട്ട മക്കളുടെ ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അന്നത്തിന് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് HMമാർ പണം ചെലവാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. 100 കോടി അവരുടെ കേസ് നടക്കുകയാണ് ഹൈക്കോടതിയിൽ. എന്താ പ്രശ്നം? അവിടെയും പ്രശ്നം ഇതാണ്. ഉച്ചക്കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൃത്യമായിട്ട് വകമാറ്റുന്നു. 2 തൊഴിലുറപ്പ് പദ്ധതി നോക്കൂ, ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിന് പണം കിട്ടുന്നത് അടിസ്ഥാന വികസന ക്ഷേമമാണല്ലോ. കേന്ദ്ര സർക്കാർ നൽകുന്ന കേന്ദ്രത്തിൽ 303 രൂപയാണ്. ഈ 300 രൂപ ഒരു വ്യക്തിക്ക് കേരളത്തിൽ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 28 ലക്ഷം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയിലുള്ളത്. ഈ പണം വകമാറ്റുന്നു. സകല പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് പണം വകമാറ്റി ചെലവഴിക്കുമ്പോൾ കേന്ദ്രം ഇടപെടുന്നു. ഇടപെടാൻ കാരണം കൃത്യമായിട്ട് CAG ഉണ്ടല്ലോ. നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയും മാത്രമല്ലല്ലോ, നമുക്കൊരു ബോഡി എന്ന രീതിയിൽ CAG കേന്ദ്രത്തിനുമുണ്ട്. ഇത് നരേന്ദ്രമോദി സർക്കാരിന് ബാധ്യതയുണ്ട്. നിങ്ങൾ കടമെടുത്ത പണം ഇപ്പൊ കടമെടുത്ത പണം വിവിധ മേഖലയിൽ ചെലവഴിക്കുന്നു. ആ പണത്തിന്റെ കണക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ കണക്ക് ചോദിക്കുന്നു, ഇവിടുത്തെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നു, ആരോഗ്യ മേഖല ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നു. ഇത് ചോദിക്കൊണ്ട് സമരം നടത്തിയോണ്ട് കാര്യമില്ല. നിങ്ങൾ കണക്കുകൾ അവതരിപ്പിക്കൂ. ഇപ്പൊ നേരത്തെ ഷാജഹാൻ സാർ പറഞ്ഞല്ലോ, 30,000 കോടി രൂപ ഈ കേരളത്തിലെ വൻകിട കുത്തകകളിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട് ഈ സർക്കാരിന്. നോക്കൂ, സ്വർണ്ണ മേഖല, അത് മാത്രമല്ല ബാറ് മേഖല, പാട്ട മേഖല, കോറി മേഖലയിൽ 30,000 കോടി രൂപ ഉണ്ട്. ഇത് IC ബാലകൃഷ്ണൻ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ധനകാര്യമന്ത്രി പറഞ്ഞ ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഈ 30,000 കോടി രൂപ പിരിച്ചെടുക്കാൻ ഇവർ ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? വൻകിട കുത്തകകളെ എന്തിനാണ് ഈ സർക്കാർ? അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സർക്കാരല്ലേ? പാവപ്പെട്ടവന് കിറ്റ് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നവരെന്ന് പറയുന്നവര് 30,000 കോടി രൂപ പിരിച്ചെടുക്കാൻ എന്തിനാണ് പഠിക്കുന്നത്? ഈ 30,000 കോടി പിരിച്ചെടുത്താൽ തന്നെ കേരളത്തിന്റെ പകുതി പ്രശ്നം ഇവിടെ അവസാനിച്ചു. എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല? അപ്പൊ കുത്തകൾക്ക് വേണ്ടി പാവപ്പെട്ടവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. ഈ പ്രശ്നത്തിന് അടിസ്ഥാനപരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രക്ഷോഭം എന്ന് നടത്തുന്ന സമയത്ത് ഈ പരിപാടിയല്ലേ ഇവിടെ ധനകാര്യ മന്ത്രി ചെയ്യേണ്ടത്? ഇപ്പൊ നോക്കൂ, നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും അസത്യം ഒരു നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പണം കടമെടുത്തോട്ടെ, കുഴപ്പമില്ല, പണം കടമെടുത്തത് ഇപ്പോഴാണ് സത്യത്തിൽ ഈ CB ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസമാണ് സത്യം ഈ പാർട്ടിയുടെ പോളിസി പറഞ്ഞത്. ഷാജഹാൻ സാറിനൊക്കെ അറിയുണ്ടാവും. ഈ വിദേശ മൂലധനവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ നിക്ഷേപത്തിലൂടെ കേരളത്തെ വളർത്താൻ നമുക്ക് കഴിയണം എന്നുള്ള രീതിയിലേക്ക് പാർട്ടി മാറിയപ്പോൾ സ്വകാര്യ നിക്ഷേപം, അതുകൊണ്ടാണല്ലോ ഈ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞ TP ശ്രീനിവാസനെ തെരുവിലിട്ട് ആക്രമിച്ച ആളുകൾക്ക് ഇന്ന് സ്വകാര്യ യൂണിവേഴ്സിറ്റി കേരളത്തിലാകാമെന്ന് ബഡ്ജറ്റിൽ പറയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒന്ന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്.
ഈ കേരളത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര പ്രശ്നം ഉണ്ട്. അത് ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വാഗ്ദാനമാണല്ലോ 2500 രൂപ കൊടുക്കട്ടെ, പാവപ്പെട്ടവർ 2500 3000 കൊടുക്കട്ടെ. ഞാൻ പറയുന്നു 2 രൂപ സെസ്സിന് വേണ്ടിയിട്ട് 16,000 കോടി രൂപ പിരിച്ചിട്ടില്ലേ? ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ 5 മാസത്തെ പെൻഷൻ കൊടുത്തൂടെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ പ്രശ്നക്കാരും അല്ലെങ്കിൽ ഈ രീതിയിലുമൊക്കെ ആക്കുന്ന സമയമാണ് ഈ കേരളത്തിനകത്തുള്ളത്. പക്ഷെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവ് ഇത് ഒരു ഗിമിക്കാണ്. സാധാരണക്കാർ ഇത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ പ്രിന്റു. അത് മാത്രമല്ല, ഈ ബജറ്റിൽ ചില കൺകെട്ട് വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നയത്തോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രതിപാദിച്ചത്. അതായത് വിഴിഞ്ഞത്ത് ഞങ്ങളിനി ആഗോള മാരിടൈം സമ്മേളനമൊക്കെ കൊണ്ടുവരും, അതിലൂടെ വലിയ വികസന സ്വപ്നങ്ങളാണ് കേരളത്തിന് ഇനി വരാൻ പോകുന്നതെന്നൊക്കെയാണ്. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ എത്രത്തോളമാണ് ഇവർ സമരം ചെയ്തതും അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് ഒരു വശത്ത് തന്നെ നിൽക്കുന്നു. ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം എല്ലാത്തിലും ഒന്നാമതാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച കാണിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് GDP-യിൽ വലിയ നിലവാരം പുലർത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല. സർവത്ര മേഖലയിലും കുടിശ്ശിക. ഈ കുടിശ്ശികയൊക്കെ എങ്ങനെ വീട്ടുമെന്നറിയില്ല. എല്ലായിടത്തുനിന്നും കടം വാങ്ങി ട്രഷറി നിറയ്ക്കേണ്ടുന്ന അവസ്ഥ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ട് വായ്പ എടുത്ത് ട്രഷറി നിറയ്ക്കേണ്ടുന്ന അവസ്ഥ. ഇങ്ങനെ പോകുന്നു കേരളത്തിന്റെ അവസ്ഥ. പിന്നെ എങ്ങനെയാണ് ഈ ലിസ്റ്റുകളിലൊക്കെ ഒന്നാമതെത്തുന്നത്? ഒന്നാമത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ ഈ വാദത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരാളെയും വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ക്ഷേമ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരാണ്. 1600 രൂപയാണ് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഞാനിവിടെ ഇടതുപക്ഷ പ്രതിയായിട്ടുള്ള ബലദേവനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ബലദേവ്, ഈ 1600 രൂപ എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടവന് ഒരു മാസം ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കേരളത്തിലെ സാധനങ്ങളുടെ വില എന്താ? കേരളത്തിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ കേരളത്തെയും മറ്റു പല സംസ്ഥാനങ്ങളെയും ഒക്കെ താരതമ്യം ചെയ്യുന്നത് കണ്ടു. ആ താരതമ്യത്തിലൊന്നും വലിയ കാര്യമില്ല. കാരണം കേരളത്തിൽ ഇടത് ഭരിച്ചാലും വലതു ഭരിച്ചാലും ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ മേഖലയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. നിങ്ങൾ കേരളത്തിനെയും ഉത്തർപ്രദേശിനെയും എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ എത്രയോ പതിറ്റാണ്ട് കാലങ്ങളായിട്ട് ഉയരെയാണ്. ആ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ നിങ്ങളെടുത്തിട്ട് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ വളരെ മുകളിലാണ്. കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ്. അതിനൊക്കെ കാരണങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും എത്താൻ പറ്റില്ല. കേരളത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റാണ്. കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നുള്ളതുകൊണ്ട് വെൽഫെയറിസത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നിലാണ്, മറ്റ് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ താഴെയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അത് അബദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 രൂപയ്ക്ക് അരി കൊടുത്തിരുന്നില്ലേ? ഇവിടെ കേരളത്തിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായമുള്ളൊരു സംസ്ഥാനമല്ലേ കേരളം. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ പൊതുവിപണിയിലെ വില കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് സപ്ലൈകോ എന്ന് പറഞ്ഞൊരു സംവിധാനമില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിൽ എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പിന്നെ ബലദേവ് ഒന്ന് പറഞ്ഞേ. സപ്ലൈകോയിൽ കിട്ടേണ്ടത് നിത്യോപയോഗ സാധനങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതിൽ എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞു. 9 എണ്ണത്തിൽ എത്ര എണ്ണം കിട്ടുന്നുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞേ. കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില എങ്ങനെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബലദേവ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ 1600 രൂപ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീനട്സ് എന്നും മലയാളത്തിൽ പറഞ്ഞാൽ പിച്ചക്കാശ് എന്നുമല്ല അതിൻ്റെ അർത്ഥം. ആ പിച്ചക്കാശ് പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് 5 മാസമായി കൊടുക്കാനില്ല ബൽദേവ്. അങ്ങനെ കൊടുക്കാനില്ലാത്തപ്പോഴാണ് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ കിട്ടാനുള്ള കാശ് കിട്ടുന്നത്. അവരും ദുരിതത്തിലാണ്. കാരണം അവർക്ക് DA കുടിശ്ശികയായിട്ട് 10,000 കോടി രൂപ കൊടുക്കാനുണ്ടെന്നാണ് കേൾക്കുന്നത്. അവരും ദുരിതത്തിലാണ്.
എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടും പെട്രോൾ സെസ് കൊണ്ടും മോട്ടോർ വെഹിക്കിൾസ് ടാക്സും കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവൻ, ഇവിടുത്തെ ദരിദ്രനാരായണൻ ദിവസവും സ്മോൾ അടിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ഞെളിഞ്ഞ് നടക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്ക് കിയാ കാറിൽ കയറി നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ പിന്നെ ദിവസവും ജവാൻ എന്ന് പറഞ്ഞ മദ്യം മേടിച്ച് വയറ് നിറയുന്നിടം വരെ അടിക്കണം. 10,000-20,000 കോടി രൂപ എടുത്താണ് ഈ മദ്യശാലകളിൽ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ലോട്ടറി വിൽക്കുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നിട്ട് നവകേരള സദസ്സിൽ പോയിട്ട് 35 ലക്ഷം രൂപ TNDA മേടിക്കുന്നത്. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഞാൻ ചോദിക്കട്ടെ. ഒന്നത്. രണ്ട്, ഇവിടെ എവിടെയാണ് പിന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്കൂളിനെ കുറിച്ചും മറ്റേ കെട്ടിടത്തെക്കുറിച്ചും ഈ കെട്ടിടത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന നിങ്ങൾ കേരളത്തിൻ്റെ വ്യവസായത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കൃഷിയെക്കുറിച്ചും എന്തെങ്കിലും പറയുന്നുണ്ടോ ബലദേവ? കേരളത്തിൻ്റെ വ്യവസായം, കേരളത്തിലെ കൃഷി എവിടെയാണ് ബലദേവ കിടക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം നോക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ് ബലദേവ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനത്തു നിന്നല്ലേ നമ്മൾ മേടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്? അരി ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനത്തു നിന്നല്ലേ? കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന പിന്നെ കൺസ്യൂമർ സ്റ്റേറ്റിലെ കേരളം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഗതാഗത ചെലവ് അതിഭീകരമല്ലേ? ഇനി കേരളത്തിൻ്റെ വ്യവസായത്തിൻ്റെ അവസ്ഥ എന്താ? വല്ല ചലനമുണ്ടോ കേരളത്തിൻ്റെ വ്യവസായത്തിന് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട്? നിങ്ങൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ചെന്ന് നോക്ക്. അവിടുത്തെ വ്യവസായവും ഇവിടുത്തെ വ്യവസായം നമ്മളിന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ വ്യവസായവും ഇല്ല, കൃഷിയും ഇല്ല. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പണി എന്താണ്? കെട്ടിട നിർമ്മാണം. അതിനുവേണ്ടി കിട്ടുന്ന കാശ് മുഴുവൻ നേരത്തെ BJPയുടെ പ്രതി പറഞ്ഞ പോലെ ഊരാളുകളുടെ ഖജനാവിലേക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഇന്ന് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പരാമർശം വന്നിട്ടുണ്ട്. 3 ഇരട്ടി കൂടുതൽ കാശ് കോട്ട് ചെയ്യുന്നവന് പിന്നെ നിർമ്മാണം കൊടുക്കുന്ന ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കേരളം മാത്രമുള്ളായിരിക്കുമെന്ന് ഊരാളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. സംസ്ഥാനത്തെ CPMന്റെ ഖജനാവാണ് ഊരാളുങ്കൽ. ഈ കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തെക്കുറിച്ചിട്ട് വലുതായിട്ട് ഊറ്റം കൊള്ളുന്ന കണ്ടു ബൽദേവ് നേരത്തെ. ഈ കിഫ്ബിയുടെ പണം മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഊരാളുങ്കലിൻ്റെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃഷിയില്ല, ഇവിടെ വ്യവസായമില്ല. ഇവിടെ കള്ളു കുടിക്കുന്നവനും പിന്നെ ലോട്ടറി വിൽക്കുന്നവൻ്റെയൊക്കെ ചെലവിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതേസമയം നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ തനത് വിഭവ സമാഹരണത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇവിടെ ഡൽഹിയിൽ പോയി കൈയും കാലും പൊക്കിപ്പിടിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. 25,000 കോടി രൂപ നികുതി പിരിക്കാനുണ്ട് ഇവിടെ. സ്വർണത്തിൻ്റെ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 500 കോടി രൂപയാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. 5,000 കോടി രൂപ പിരിക്കാം കേരളത്തിൻ്റെ സ്വർണ്ണ മേഖലയിൽ നിന്ന്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരൻ്റെ തന്നെ വിറ്റുവരവ് 18,000-19,000 കോടി രൂപയാണ് ഒരു വർഷം. അവനിൽ നിന്ന് 5,000 കോടി പിരിക്കേണ്ടടുത്ത് 500 കോടി രൂപ. ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വളർച്ചയുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലേക്ക് 1.5-2 ലക്ഷം വിദേശ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പണക്കാരന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ. അവരെ താമസിപ്പിക്കുന്നത് മുഴുവൻ 10-200 നക്ഷത്ര ഹോട്ടലുകളാണ്. രവി പിള്ളയുടെയും ഇവൻ്റെയൊക്കെ ഹോട്ടലുകളാണ് ഇവിടെ വരുന്ന പണക്കാരന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അവരിൽ നിന്ന് എത്ര കോടി രൂപ ഖജനാവിലേക്ക് വരുന്നുണ്ട്? അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള കോടികൾ പാർട്ടിയുടെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കച്ചവടക്കാരൻ്റെ കോടികൾ പാർട്ടിയുടെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളീയം വന്നപ്പോൾ എന്താ ചെയ്തത്? GSTയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കമ്മീഷണർ, ഒരു റെൻ എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥൻ, അയാൾ GSTയുടെ ഇൻ്റലിജൻസിൻ്റെ കമ്മീഷണറാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നികുതി GST കൊടുക്കാത്തത് എന്നറിഞ്ഞ് അവരിൽ നിന്നും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ട GSTയുടെ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പിണറായിയുടെ സർക്കാർ കേരളീയം വന്നപ്പോഴത്തേക്കും കച്ചവട മേഖലയിൽ നിന്ന് പണം പിരിച്ചത്. എന്നാലോചിച്ച് നോക്ക്, എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അയാൾക്കൊരു പ്രൊമോഷൻ കൂടെ കൊടുത്തവിടെ മോളിൽ കയറ്റിയിരുത്തി. അപ്പോൾ കേരളത്തിൽ കൃഷിയില്ല, കേരളത്തിൽ വ്യവസായമില്ല, കേരളത്തിൽ കെട്ടിട നിർമ്മാണമുണ്ട്, അത് മുഴുവൻ ഊരാളുങ്കലിൻ്റെ ഖജനാവിലേക്ക് പോകുന്നു. കേരളത്തിനെ നിലനിർത്തുന്നത് ലോട്ടറി കച്ചവടക്കാരനും സ്വർണ്ണ മേഖലയിലുള്ളവനും കൂടെ ചേർന്ന്. കേരളത്തിൽ 25,000 കോടി രൂപയെങ്കിലും ഒരു വർഷം നികുതി പിരിക്കാവുന്നിടത്ത് ആ പണം മുഴുവൻ മേടിച്ച് ഖജനാവിലേക്ക് ഇടുന്നു. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇതുപോലെ വകമാറ്റി ചെലവഴിച്ച് ധൂർത്തടിച്ച് ദീപാവലി കുളിക്കുന്നു.
1600 രൂപ പോലും പെൻഷൻ കൊടുക്കാത്തിടത്ത് കേരളീയവും നവകേരള സദസ്സും 100 കോടി രൂപ മുടക്കി ചെയ്യുന്നു. 1600 രൂപ മറിയക്കുട്ടിക്ക് കൊടുക്കാനില്ലാത്തടുത്ത് പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ ചാണക കുഴിക്ക് 3.25 ലക്ഷം രൂപ ചെലവഴിക്കുന്നു ബലദേവ്. ഇതൊക്കെ എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നവകേരള സദസ്സ് നടത്തിയിട്ട് ഈ നാണം കെട്ട മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് 35 ലക്ഷം രൂപ TA നാണം കെട്ടവന്മാരല്ലേ ഇവർ. ഞാൻ ചോദിക്കട്ടെ, KN ബാലഗോപാൽ ധനകാര്യമന്ത്രി, KN ബാലഗോപാലിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എത്ര സ്ഥാനങ്ങൾ വഹിച്ചു അയാൾ. VS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, രാജ്യസഭാ മെമ്പർ, ഇപ്പൊ ആദ്യം മത്സരിച്ചപ്പോൾ ധനകാര്യമന്ത്രി, ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇതുവരെ മുഴുവൻ 8 നില പൊട്ടുകയായിരുന്നു. അയാൾ ധനകാര്യമന്ത്രി, അയാളുടെ ഭാര്യ സ്വകാര്യ കോളേജിലെ പ്രൊഫസർ, അയാൾ എഴുതി മേടിക്കുകയാണ് നവകേരള സദസ്സിന്റെ പേരിൽ TNDA. പിന്നെ എങ്ങനെ കേരളം രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഗതികെട്ട അവസ്ഥ. ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണാതെ നമ്മൾ കുറേ പെർസെൻറ്റേജും പറഞ്ഞുകൊണ്ട് ഏറ്റവും സാമ്പത്തിക സംസ്ഥാന വരുമാനത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലുമൊക്കെ 10-15 വർഷമായി മുന്നിൽ നിൽക്കുന്ന കേരളത്തെ അങ്ങ് വടക്കേ ഇന്ത്യയിൽ കിടക്കുന്ന UPയും ബീഹാറും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കുറച്ച് പെർസെൻറ്റേജ് കണക്കുകളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമാകേ ഉള്ളൂ എന്ന് വളരെ വിനയത്തോടു കൂടി പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ശ്രീ ബൽദേവ്, സാധാരണക്കാരാണ് ഇപ്പോൾ പൊറുതിമുട്ടി ജീവിക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലക്കയറ്റം, അതോടൊപ്പം വൈദ്യുതി ബില്ല് വർധന, വെള്ളക്കരം വർധന ഒക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ നമുക്ക് ഈ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പെർസെൻറ്റേജുകളുടെയോ സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെയോ ഒക്കെ കണക്ക് പറഞ്ഞാൽ സാധാരണക്കാരന് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവൻ വിചാരിക്കുന്നത് അന്നന്ന് അവൻ്റെ ദൈനംദിന ചെലവുകൾ എങ്ങനെ നടത്തിപ്പോകാം. ഒരു മാസത്തെ ബജറ്റ് ചെറിയ കണക്കിൽ തയ്യാറാക്കും. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പനി വന്നാൽ അതെല്ലാം താളം തെറ്റുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയല്ലേ LDF സർക്കാർ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്നുള്ള വാദഗതിയുമായി സർക്കാർ തുടങ്ങിയ LDFന്റെ നയം ഇത്തരത്തിൽ പാളിപ്പോകുന്ന കാഴ്ച സാധാരണക്കാരൻ കാണുന്നത്? LDFന്റെ നയമൊന്നും പാളിയിട്ടൊന്നുമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പം 600 രൂപ ആയിരുന്നു. ഇപ്പൊ അത് കുടിശ്ശിയോടെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1600, 7 വർഷം കൊണ്ട് 600 രൂപ എന്നുള്ള 1600 രൂപയ്ക്ക് ചെറിയ വർധനമൊന്നുമല്ല. പിന്നെ കേരളത്തിന്റെ വികസനം, കേരളത്തിൽ BJP ഒന്നും ഭരിച്ചിട്ടില്ല. കേരളം 57 മുതൽ ഇതുവരെ ഭരിച്ചത് LDF, UDF ആണ്. ഇപ്പൊ കേരളത്തിൽ എന്ത് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ കാരണക്കാര് LDF ആര് UDF ആര് തന്നെ. 57 EMSന്റെ മന്ത്രിസഭ അടങ്ങി മാറി മാറി LDF, UDF ആണ് ഭരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞു സാധാരണക്കാരുടെ കാര്യം. നമ്മളെ കേന്ദ്ര ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകളുണ്ട്, നമ്മൾ വിടുന്ന കണക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസികൾ വിടുന്ന കണക്കുകളാണ്. ഇന്ത്യ മൊത്തത്തിൽ ഉള്ള പോവർട്ടിയെ കുറിച്ച് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ പാവത്തുകളുടെ കാര്യം. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇന്ത്യയിൽ പുറത്തുവിടുന്ന കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗിന്റെ കീഴിലാണ്. അതനുസരിച്ച് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലെ ബീഹാറിലെ 33.8. അവിടെ കാർഷികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അല്ല ശ്രീ ബൽദേവ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒക്കെ കണക്കുകൾ സൂചിപ്പിക്കാൻ അതൊക്കെ രാഷ്ട്രീയമായി അതാത് സംസ്ഥാന സർക്കാരുകൾ നിർവഹിച്ചുകൊള്ളും. നമുക്ക് ഈ പലപ്പോഴും ഈ റിപ്പോർട്ടുകളും പഠനങ്ങളും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്ന സാഹചര്യം നമ്മളെപ്പോഴും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് ഈ കൊച്ചു കേരളത്തിന്റെ സാഹചര്യം നോക്കാം. സാമ്പത്തിക വളർച്ച തമ്മിൽ കമ്പയർ ഷാജഹാൻ BJP ചേർന്ന് പ്രവർത്തിച്ചു. നിങ്ങൾ അസംബന്ധം വിളിച്ച് പറയാതെ, ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പതിറ്റാണ്ടുകളായി സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉത്തർപ്രദേശിനെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ BJP ചേർന്നുള്ള അസംബന്ധം വിളിച്ച് പറയരുത്. അത് അസംബന്ധമാണ്. കാര്യം BJP-ക്കാർ പോലും ഇങ്ങനെ പറയുന്നത്. ഞാൻ BJP-കാരൻ അല്ല. ഞാൻ പറഞ്ഞ പോയിന്റിനുള്ള BJP-കാരൻ എന്ത് പറയുന്നുള്ളത്? BJP-കാരനല്ല എന്റെ നിങ്ങൾ കണക്കിനുള്ള മറുപടി പറ. നിങ്ങൾ BJP ആണെന്നുള്ളത് അത് നിങ്ങളുടെ കയ്യിൽ വെക്കും.
ഞാൻ ശ്രീ ബൽദേവ് അതിന് മറുപടി നമുക്ക് ഞാൻ പറയട്ടെ. ഞാൻ ഷാജഹാന് മറുപടി വന്നിരിക്കുകയല്ല. എന്റെ അഭിപ്രായങ്ങൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നിന്നുകൊണ്ട് ഉത്തരം പറയുന്നത് ശരി. അങ്ങനെ ഷാജഹാൻ പറയുമ്പോൾ നിങ്ങൾ വിടാതിരിക്കുക, ഞാൻ പറയുമ്പോൾ ചർച്ചയ്ക്ക് അങ്ങനെ ഒരുമാതിരി ഏകപക്ഷമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. ഞങ്ങളുടെ കാര്യം പറയാമല്ലോ. ഷാജഹാൻ താങ്കളുടെ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മറുപടി പറയാൻ പോവാ. അയാൾ പറയുന്നത് ചോദ്യങ്ങൾക്ക് സാമ്പത്തികമായ വളരെ പെട്ടെന്ന് തിരികെ ശ്രീ പ്രിന്റു മഹാദേവ്, എന്തായാലും കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ട് നിരത്തിയ കണക്കുകളൊക്കെ അപ്പാടെ പൊളിയുന്ന കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. കേന്ദ്ര ധനമന്ത്രി എപ്രകാരമാണ് അതിന് മറുപടി നൽകിയത് എന്നൊക്കെയുള്ളത്. ഇനി എന്തായാലും കേരളത്തിന്റെ മുഖം രക്ഷിക്കാൻ, LDF സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ അവർക്ക് ഈ കടക്കണിയിൽ നിന്ന് തലയൂരിയേ മതിയാകുകയുള്ളൂ. അതിന് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കാരണം ഈ കേരളത്തിന്റെ വികസനത്തെ ഒരു 50 വർഷം പിറകോട്ട് കൊണ്ടുപോയി ഇവിടുത്തെ ഇടതുപക്ഷം. കാരണം നമുക്കറിയാം, ഞാൻ ഒറ്റ മേഖല മാത്രം പറയാം. നമുക്കറിയാം കേരളത്തിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ടൂറിസം ആയിരുന്നു. അതിനകത്ത് നമുക്കറിയാം കോവളം ടൂറിസം എന്ന് പറയുന്ന ഒരു ആഗോള ബ്രാൻഡായിരുന്നു. 1976 ഈ ബ്രാൻഡ് ഇന്റർനാഷണൽ ലെവലിൽ വരുന്നത്. അങ്ങനെയാണ് കോവളം എന്ന് പറയുന്ന ടൂറിസം ബ്രാൻഡായിക്കൊണ്ട് കേരളത്തിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടായത്. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മരുമകൻ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം നമ്മളൊന്ന് മനസ്സിലാക്കണം, 2017 കേരളത്തിലേക്ക് വന്ന വിദേശികളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. ഇന്ന് ഈ 2023 കേരളത്തിലേക്ക് വന്ന വിദേശികളുടെ എണ്ണം എന്ന് പറയുന്നത് 4,47,000 എണ്ണം. അപ്പൊ നോക്കൂ, ഒരു മേഖല കേരളമായിരുന്നു, ടൂറിസമായിരുന്നു ഒരു വരുമാനം കിട്ടുന്ന ഒരു മേഖല. ആ മേഖല എങ്ങനെയാണ് ഇവർ തകർത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ തൊട്ടപ്പുറത്ത് ശ്രീലങ്കയുണ്ട്. ആ ശ്രീലങ്കയുടെ ഒരു 15 വർഷത്തെ അവസ്ഥയിൽ ഇന്ന് ശ്രീലങ്ക സന്ദർശിക്കുന്നത് 50 ലക്ഷം ആളുകളാണ്. അപ്പൊ നോക്കൂ, ടൂറിസം മേഖലയെ നശിപ്പിച്ചു. പിന്നെ കപട വാഗ്ദാനങ്ങൾ നൽകും, ഇവർ കണക്കുകൾ പറയും. ഇപ്പൊ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ആഭ്യന്തര ടൂറിസം വികസിച്ചു എന്നാണ്. അതൊരു കള്ളക്കണക്കാണ്. കാരണം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളത്ത് ഒരു ദിവസം പോയി നിന്നാൽ അത് ആഭ്യന്തര ടൂറിസമാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ അല്ലല്ലോ ഈ ഇതിന്റെ ടൂറിസത്തിന്റെ വളർച്ചയായിട്ട് കണക്കാക്കേണ്ടത്. ഇപ്പൊ ശബരിമല നിങ്ങൾ നോക്കൂ, ശബരിമല എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ കമ്പോളത്തിലേക്ക് പണം വരുന്നത് ശബരിമലയാണ്. ഏകദേശം 2-3 കോടി ജനങ്ങൾ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് ഒരു സീസണിൽ മാത്രം വരുന്നുണ്ട്. മിനിമം 5,000-നും 10,000-നും ഇടയിൽ പണം ഈ കേരളത്തിന്റെ മാർക്കറ്റ് ചെലവഴിക്കുന്നുണ്ട്. ആ ശബരിമലയോടുള്ള ഈ സർക്കാരിന്റെ ഏത് രീതിയിലുള്ള നയമാണ് നമ്മൾ കണ്ടല്ലോ. എത്ര മണിക്കൂർ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് സത്യത്തിൽ ശബരിമല തീർത്ഥാടനം രക്ഷപ്പെട്ടത്. ഇപ്പൊ കേരളയിൽ ഇവർ വലിയൊരു പദ്ധതിയായിരുന്നു. നോക്കൂ, ഇവിടെ സാധാരണക്കാരൻ 1,600 രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്തവർ 1 ലക്ഷം കോടി രൂപയുടെ കേരളത്തിൽ എങ്ങനെ വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ. അത് മാത്രമല്ല, ഈ കേരളയിൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ചില അടിസ്ഥാന സൗകര്യ വികസനം എന്നൊക്കെ പറഞ്ഞുള്ള ചെലവുകൾ തന്നെ കോടികൾ പിന്നിട്ട് കഴിഞ്ഞു. അതെ, അതാണ് കൺസൾട്ടൻസി. അതാണല്ലോ കൺസൾട്ടൻസിയുടെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഒരാളെങ്കിൽ ഇപ്പുറം ജോൺ ബ്രിട്ടാസിന്റെ ഭാര്യ. ഇങ്ങനെ പദ്ധതികൾ മുഴുവൻ പാർട്ടി ഖജനാവിലേക്ക് കേരളത്തിന്റെ ഫണ്ട് മുഴുവൻ പോകുന്ന സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. അടിസ്ഥാന വികസനമല്ല, സാമ്പത്തികം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണ്. അവിടെ സർക്കാരല്ല, പാർട്ടി എന്ന് പറയുന്ന ഒരു ഖജനാവായി മാറുന്നു, പാർട്ടി ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്നു, പാർട്ടി ഒരു ഭരണകൂടമായി മാറുന്നു. ഇതാണ് അവരുടെ നയം, അതവരുടെ പോളിസിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് K-ഫോണും കേരളയിലും പെൻഷൻ 3,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കപട വാഗ്ദാനം നൽകി കേരളത്തിലെ ജനങ്ങളെ എത്ര വർഷമായി ഇവർ വഞ്ചിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ല, കേരളത്തിൽ LDF-ഉം UDF-ഉം ഭരിച്ചതുകൊണ്ടല്ല മേഡം. കേരളത്തിന്റെ വികസനത്തിന് കാരണം മലയാളിയുടെ പ്രവാസമാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ പൂർവികർ 60 വർഷമായി ഗൾഫിലെ മണലാരണ്യങ്ങളിൽ ഒഴുക്കിയിട്ടുള്ള കഷ്ടപ്പെട്ട പണം, ആ പണം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒഴുക്കി. അവൻ ബിൽഡിംഗ് പണിതു, അവൻ വീട് പണിതു, അവന്റെ മക്കളെ പഠിപ്പിച്ചു. ആ വികസനമല്ലേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലേ കേരളത്തിന്റെ എക്കണോമിക് സിസ്റ്റം. ഇപ്പൊ ഇവിടെ നിന്ന് 6 ലക്ഷം ബംഗാളികൾ ഇവിടെ നിന്ന് അങ്ങോട്ട്, അല്ലെങ്കിൽ ബീഹാറികൾ, ഇവിടെ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ജോലി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. ആ കൺസ്ട്രക്ഷൻ മേഖലയെ തകർത്തില്ല ഈ ബാലഗോപാൽ. നമ്മുടെ ഭൂവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വില 20% കൂട്ടി ആ മേഖലയെ തകർത്തു. ഇപ്പൊ ബീഹാറിയും ബംഗാളിയും കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടില്ലാതെ കപട വാഗ്ദാനങ്ങൾ നൽകി ഈ രാജ്യത്തിലെ 4 കോടി ജനങ്ങളെ ആത്മഹത്യയിലേക്കും 4 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന ഒരു സർക്കാർ.
അപ്പൊ ഇവിടെ ഒരു അതിജീവനം ആവശ്യമാണ്. അത് ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം. അതെ, ശ്രീ പ്രിന്റു പൂർത്തീകരിച്ചോളൂ. സർക്കാരിനെതിരെ ജനവികാരം ജനങ്ങൾക്കിടയിൽ അത് മറിയക്കുട്ടിയിലൂടെയും പൊന്നമ്മയിലൂടെയും മരണപ്പെട്ട പാവപ്പെട്ട കർഷകൻ പ്രസാദിന്റെയും ജോസഫിന്റെയും ഒക്കെ ആത്മാക്കളിലൂടെ കേരളത്തിൽ ഈ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകും. കേന്ദ്ര സർക്കാരിന് ഏത് തരത്തിലുള്ള കപട വാഗ്ദാനങ്ങളോ കപട രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടും ഈ കേരളത്തിലെ ജനത വിശ്വസിക്കില്ല. സത്യമറിയുന്ന പ്രബുദ്ധ ജനത ഈ ഇടതുപക്ഷ സർക്കാരിനെ ഈ വരുന്ന ഇലക്ഷനിലടക്കം അതിനുള്ള പ്രതികരണവും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ചർച്ചയുടെ സമയം പൂർണ്ണമാവുകയാണ്. മുടങ്ങുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശിക മാസങ്ങൾ പിന്നിടുന്നു. കുടുംബശ്രീ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. സപ്ലൈകോ സ്റ്റോറുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ തുക പോലും കോടികളുടെ കുടിശ്ശിക ഇനത്തിൽ. സർവ്വസാധനങ്ങൾക്കും വിലക്കയറ്റം. മറുവശത്ത് സർക്കാർ ധൂർത്ത കെങ്കേമം. മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കലും ആഡംബര കാറുകളും വിദേശയാത്രാ സൽക്കാരങ്ങളും ഒക്കെയായി കോടികൾ ചിലവ് നടക്കുകയാണ്. ഇങ്ങനെ ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.